അപ്പോൾ എനിക്കിന്ന് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകണമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിൻ കയറി പോകുന്നതായിട്ട് നല്ല ടെൻഷൻ ഉണ്ടായി. എനിക്ക് ട്രെയിൻ കയറി അറിയത്തില്ല. ട്രിവാൻഡ്രത്തോട് പോകുന്നതിന് 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാരണം ട്രിവാൻഡ്രത്ത് തന്നെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ RCC ബ്ലഡ് എടുക്കാൻ പോകണം കേട്ടോ. അതിനായിട്ട് വിളിച്ചേക്കാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് യൂണിവേഴ്സിറ്റി പോകണം. അവിടെ കുറച്ച് പരിപാടികളുണ്ട്. എടുക്കുമ്പോൾ പിന്നെ തല ഇറങ്ങിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി 2-3 പേരൊക്കെയും കൂടെ ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ യാത്രക്കാരെ വെറുതെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തെങ്കിലും ഒരു ചലഞ്ച് ചെയ്താൽ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നു. ഒരു അൺനോൺ ഓട്ടക്കാരനെ ഡേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും. അതിനുവേണ്ടി ഇന്ന് നമ്മൾ ഒരു ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നില്ല, ഇന്ന് വെറും ഊബർ മാത്രം ഉപയോഗിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആദ്യം നമ്മളൊരു ഊബറായിട്ട് വിളിച്ചു. പക്ഷേ കയ്യോടെ അങ്ങ് റിജക്ട് ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിലുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് അടുത്ത് ഊബർ അങ്ങോട്ട് വിളിച്ചു. ഊബറായിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചോദിച്ചു നോക്കാം. ഊബർ മാത്രം ഓടാറുള്ളൂ, എല്ലാ ഓട്ടോ ഓടുവോ? കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. ഒരു ദിവസത്തേക്ക് വരാൻ പറ്റുമോ? ഒരു ദിവസം ഓടുമ്പോൾ എത്ര കിട്ടും? അപ്പൊ അത് ഞാൻ നിന്ന് ചേട്ടൻ തരാൻ പറ്റില്ലേ? കാര്യമായിട്ട് തന്നെ പറഞ്ഞോ. യെസ് ഗൈസ്, അങ്ങനെ ആൾ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആദ്യം പോയി ഫുഡ് കഴിക്കാനായിട്ടോ. ബ്ലഡ് കൊടുക്കാനായിട്ട് ആദ്യം പോയി ഫുഡ് കഴിക്കും. ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പിന്നെ എന്റെ കൂടെ വന്നിട്ട് RCC ഞാൻ ആദ്യമായിട്ടോ ബ്ലഡ് കൊടുക്കാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര തെറ്റില്ല. പിന്നെ കൂടെ ഈ ചേട്ടനുള്ളതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ചോര കൊടുക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയിട്ടോ. അങ്ങനെ എന്നെ കാത്ത് പുള്ളി കുറച്ച് നേരം വെളിയിരുന്നു. ഊജി കണ്ടാൽ പേടിക്കുന്ന ഞാനാണ് കേട്ടോ. ഇന്ന് ചോര കൊടുക്കാൻ വന്നത്. അങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഫ്രൂട്ടിയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ബോധം കെട്ടി വീണ് ഗൈസ്. അപ്പോൾ ഇതിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ പറയാട്ടോ.